അതായത് മഴക്കാലം വരുമ്പോഴല്ല അതിന് മുൻകരുതൽ എടുക്കേണ്ടത്. ഇതെല്ലാം നാട്ടുകാർ തന്നെ സഹിക്കാണ്. ജയിപ്പിച്ചു വിടാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാനാവില്ല, ഒരാളില്ല. നാട്ടുകാരെ ചെയ്തോളൂ. കോർപ്പറേഷൻകാരെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരൊന്നും വന്നിട്ടില്ല. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയണത്, ആരോട് പറയാൻ, എന്തിനു പറയാൻ? ഇനിയിപ്പം ഉണ്ടായിരിക്കും ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. ഇവർ കാണ പണിയും തോറും ഈ കാണയുടെ വേസ്റ്റ് എല്ലാം ഉള്ളിലേക്ക് ഇട്ടത്, അത് വാരിക്കളയണില്ല. നമ്മുടെ കൊച്ചിയിൽ ഒരു കുറച്ച് നേരം നിർത്താതെ മഴ പെയ്തപ്പോൾ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള കടകളിലൊക്കെ ഫുൾ വെള്ളം കയറി ഇവിടെയുള്ള ആളുകളൊക്കെ ഇത് ക്ലീൻ ആക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വളരെയധികം ദുരിതമാണ് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ? ആരെടുത്തിട്ടും കാര്യമുണ്ടോ മോനെ? മഴയോട് എന്ത് പറയാനാണ്? ഇന്ന് ഞങ്ങൾ ഇത്രയും വെള്ളത്തിലാണ് നീന്തി ഇപ്പോൾ ലുലുമാളിൽ പോയത്. ഇപ്പോൾ അവരൊക്കെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലേക്ക്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ മഴക്കാലം തുടങ്ങിയിട്ടില്ല, ഇപ്പൊ വേനൽ തന്നെയാണ്. അപ്പൊ ഇതാണ് ഇങ്ങനത്തെ അവസ്ഥ എങ്കിൽ മഴക്കാലം ആവുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പൊ എല്ലാം ബ്ലോക്ക് ചെയ്തിടണം. ഞങ്ങൾക്കൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ മുങ്ങിയാണ് വന്നത്. എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ ജീവിക്കണ്ടേ? വെള്ളം പോകാനുള്ള സ്ഥലമില്ലല്ലോ. കാണയൊക്കെ മൂടി കിടക്കുകയാണ്. പിന്നെ എങ്ങനെ വെള്ളം പോകും? കോർപ്പറേഷന്റെ കുഴപ്പമായിരിക്കും, അവർ ശരിയാക്കിയാൽ ശരിയാവും. അതെല്ലാവരും കൂടി മുൻകരുതൽ പറയണം, അല്ലാതെ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. കൊച്ചി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 2 മഴ കൊച്ചി മൊത്തം എറണാകുളത്തും മുങ്ങും. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചേട്ടാ അവസ്ഥ പറഞ്ഞപ്പോൾ MG റോഡ് മുങ്ങി കാണുമല്ലോ. ഇവിടെ ഇത്രയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും കുറേ വർഷങ്ങൾക്കുള്ളിൽ, കുറേ ഒരു 10-12 വർഷങ്ങൾക്കുള്ളിൽ ഈ ഗേറ്റിൻ്റെ മേളിൽ വരെ വെള്ളം വന്നിട്ടില്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പക്ഷെ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയ്ക്കും ഇന്ന് പെയ്ത മഴയ്ക്കും അകത്ത് വയ്ക്കില്ല. മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം വെള്ളത്തിലാവും എന്ന് പറയാം. വെള്ളം കെട്ടിയിരിക്കുന്ന ഒന്ന് ഒഴുകി പോകാനുള്ള സാധ്യത കുറവ്. ഒഴുകി പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ പലരും പല സ്ഥലങ്ങളിൽ നിർത്തിയില്ല. അതുകൊണ്ട് വെള്ളം എപ്പോഴും ഒഴുകുന്ന സ്ഥലത്ത് കൂടി മാത്രമേ ഒഴുകുള്ളൂ. അത് പുതിയതായിട്ട് ഒരു റൂട്ട് കണ്ടുപിടിക്കില്ല. അപ്പോൾ ആ സ്ഥലത്ത് വരുമ്പോൾ അതിന് ഒഴുകി പോകാനുള്ള സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കിട്ടും. അതായത് മഴക്കാലം വരുമ്പോഴല്ല അതിന് മുൻകരുതൽ എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു അപകടം വരുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കാറുള്ളൂ. ഒരു കാർ അപകടം നടന്നു, അവിടെ കലിങ്കില്ല, ഉടനെ അതിനെപ്പറ്റി ചിന്തിക്കും. ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് ഈ കാണകൾ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വെള്ളക്കെട്ടുകൾ ഉണ്ടാവില്ല. ഇതിപ്പോൾ കാണകളെല്ലാം അടഞ്ഞു കിടക്കുകയല്ലേ. ഇനിയെല്ലാം രണ്ടാമതിനെ കുത്തി പൊക്കട്ടെ. അതുകൊണ്ടാണ് ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതന്നെയല്ല, ഇവിടെ ഈ ട്രാഫിക് ആയതുകൊണ്ട് രാവിലെ ഒരുപാട് ബസ്സുകൾ പല സ്ഥലത്തും ഇതിലെ കൂടെ പോകാതെ പല സ്ഥലത്തും മാറ്റിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലർക്കും പോകാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. നേരത്തെ വന്ന് മക്കൾ വന്നു വെച്ചെങ്കിൽ ഇതിന് മേലെ ഇത്രക്കപ്പം വെള്ളത്തിലാണ് ഞാനിപ്പോൾ. ആ ലുലുവിൻ്റെ അവിടുത്തെ കംപ്ലീറ്റ് വെള്ളവും സ്ലാബ് പൊക്കി വെള്ളം പറ്റിച്ച ശേഷം ഇപ്പോൾ വന്നേ ഉള്ളൂ. ഒരാൾ ഒരു ചായ പോലും മേടിക്കുന്നു ഈ വെള്ളത്തിലല്ല, മൊത്തം വെള്ളം നനഞ്ഞിരിക്കുക. നാട്ടുകാരാണോ വെള്ളം? നാട്ടുകാരെ ചെയ്തോളൂ. കോർപ്പറേഷൻകാരെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരൊന്നും വന്നിട്ടില്ല. ഞങ്ങളാണ് മൊത്തം ചെയ്തേക്കുന്നത്. ഞങ്ങളും യൂണിയൻകാരൊക്കെ കൂടിയാണ് അവിടെ നിന്നുള്ള ലുലുവിൻ്റെ അവിടെ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് പറ്റിക്കുന്നത്. അവിടുത്തെ സ്ലാബ് പൊക്കി മാറ്റി, പള്ളിയോടത്ത് 2 സ്ലാബ് പൊക്കി മാറ്റി വെച്ചാണ് ആ വെള്ളം പോയത് അവിടെ. അതായത് ഇതേവരെ വെള്ളം പോയി. ഇപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് വെള്ളത്തിന് കയറി വന്നത്. പോലീസുകാരുണ്ടായിരുന്നു, 2-3-4 പോലീസുകാർ ലുലുവിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയൊന്നും ഉണ്ടായില്ല. ഇവിടെയൊക്കെ വെള്ളമൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞാണ് അപ്പുറത്തോട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ 2 പേരെ വിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? കോർപ്പറേഷന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിവർ ചെയ്തില്ലല്ലോ, അവരുടെ കുഴപ്പം. മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നം. കാണയൊക്കെ ക്ലിയർ ചെയ്യേണ്ട അവരുടെ കുഴപ്പമില്ല, നമ്മളെ കുഴപ്പമില്ല. നമ്മളാണ് ഇത് ചെയ്യേണ്ടത്. നാട്ടുകാരല്ലേ, വോട്ട് ചെയ്യിപ്പിച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിക്കാരാണ്. കാണ ക്ലിയർ ചെയ്യലൊക്കെ മുനിസിപ്പാലിറ്റിക്കാർ. ഇതേവരെ കാണ ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. എവിടെ ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാമോ ആരെങ്കിലും? എല്ലാ സ്ഥലത്തും മണ്ണാണ് നടന്നു നടക്കുന്നത്. അപ്പോൾ ജനങ്ങളിവിടെ കുത്തി തുളച്ച് കൊടുത്തുകൊണ്ടിട്ട് വെള്ളമൊക്കെ പോണത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളം കണ്ട ഇതെല്ലാം ഈ റോഡിലോട്ടാണ് വരുന്നത്. വെള്ളം പോകാനായിട്ട് വഴിയില്ല. ആകെയുള്ള ലുലുവിൻ്റെ അടുത്ത് കാണാൻ മാത്രമേ ഉള്ളൂ വെള്ളം പോകാൻ. അതെങ്ങാ സ്ലാവൊക്കെ പൊക്കി ആ വെള്ളമൊക്കെ പോയിപ്പോൾ അവിടെ ചെന്ന് നോക്കിയതിന് ആ ചർച്ചിൻ്റെ അവിടെയുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമാണ്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് നോക്കി നടക്കാൻ പറ്റില്ല. അവിടെ വെള്ളമാണ്, ഇത്രക്കപ്പം വെള്ളമാണ്. ഞാൻ വീട്ടിൽ പോയി നിൽക്കുന്നത് കൊണ്ടാണ് വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല. ഇതെല്ലാം നാട്ടുകാർ തന്നെ സഹിക്കാണ്. ജയിപ്പിച്ച് വിടാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാനാവില്ല, ഒരാളില്ല, ഒരു സഹായത്തിനുമില്ല. ഈ ജനങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്യണമെന്നില്ല. പിന്നെ യൂണിയൻകാർ, അപ്പുറത്തെ യൂണിയൻകാരൊക്കെ കൂടിയാണ് ഇത് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ വേറെ ആരും ചെയ്യാറില്ല. ഒന്നും പറയില്ല. ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെ. എന്നും നമ്മൾ കാണുന്നത് 10 കൊല്ലമായിട്ട് ഇവിടുന്ന് ലോട്ടറി വയ്ക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയണത്, ആരോട് പറയാൻ, എന്തിനു പറയാൻ? ഇനിയിപ്പം ഉണ്ടായിരിക്കും ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. ഇല്ല, കണ്ടോണ്ട് ഉണ്ടായിരിക്കും. ഒരുപാട് ചാനലിൽ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര്
ഇവിടെ മാത്രമല്ല വെള്ളം നിൽക്കുന്നത്, അവിടെയുണ്ട് വെള്ളം നിൽക്കുന്നത്. വലിയ മഴ പെയ്താൽ ഇതിന്റെ 4 ഇരട്ടി വെള്ളമാകും. കൊച്ചി പിന്നെ ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഉണ്ടാവില്ല, ഇത് മൊത്തം വെള്ളം വലിയ മഴ പെയ്താൽ. പോവുകയില്ല. ജോലി കഴിഞ്ഞ് തന്നെ ജോലി ബസ്സൊന്നുമില്ല. ഒരു ഭാഗത്തേക്ക് ബസ്സിൽ ഇവിടെ ട്രാഫിക് ആയതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല ബസ്. ഞാനിക്കൊരു സെക്യൂരിറ്റി ക്യാബിൻ വരെ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മുട്ടം വെള്ളത്തിലാണ് നിൽക്കണം. അതിനിടയ്ക്ക് സീബ്ര ലൈനിലെ ആൾക്കാർ വരുന്നുണ്ട്, അവരെ ക്ലോസ് ചെയ്യാനൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. ഈ കൊച്ചിയുടെ അവസ്ഥ ഇതിനെക്കാട്ടി മുങ്ങിപ്പോകും, ഇതൊക്കെ മുങ്ങിപ്പോകുന്നു എനിക്ക് തോന്നുന്നത്. ഇത്രയും വെള്ളം വരാൻ കാരണം എന്താ ചെയ്യുക, ഇവിടെയൊക്കെ കംപ്ലീറ്റ് ബ്ലോക്ക് വന്ന് അടഞ്ഞിരിക്കണേ. ഇവർ കാണ പണിയും തോറും ഈ കാണയുടെ വേസ്റ്റ് എല്ലാം ഉള്ളിലേക്ക് ഇട്ടത്, അത് വാരിക്കളയണില്ല. രണ്ടാമത് അത് അവർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂല് കൊണ്ട് ചെയ്യാറുള്ളത്. ഇവർ 2 പണിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ചൂല് കൊണ്ട് ഇങ്ങനെ വരാറുള്ളത്. ഒന്നും കൈ കൊണ്ടൊന്നും ചെയ്യാറില്ല അവർ. അപ്പോൾ അതുകൊണ്ടുള്ള അവസ്ഥ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ജീവക്കാരൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് സർക്കാർ ഇത് കർശനമായിട്ട് അവിടെ ഒരു 2-3 കെട്ടിടങ്ങളുണ്ടെന്നും 2-3 കുളങ്ങളുണ്ട്, അവിടെ നിന്നും വെള്ളം ഒഴുകാറുണ്ട്, ഇവിടെ നിന്ന് വെള്ളം ഒഴുകാറുണ്ട്. പക്ഷേ ഈ വെള്ളം പോകാനുള്ള ഒരു ശമനം ചെയ്യുക, റോഡ് പൊക്കിയാലേ വെള്ളം പോകുള്ളൂ. ഇപ്പോൾ കാണാനെക്കാട്ടി താന്നാണ്, ഒരു 6 അടി താന്നാണ് ഇപ്പോൾ കാണാൻ, 6 ഇഞ്ച് താന്നാണ് നിൽക്കണം. അതുകൊണ്ടാണ് വെള്ളം ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വെള്ളത്തിൽ ഇറങ്ങിയെന്ന് ഞാൻ ചെയ്യണത്. ഇവിടെ കാണുന്നുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു സ്ക്വാഡ് വന്നിരുന്നു, ഹെൽപ്പ് സ്ക്വാഡ് എന്നും പറയും. അവർ ആ സൈഡ് മാത്രം ചെയ്തു. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, മഴ പെയ്ത് വെള്ളം തിങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് ഒരു പരിവാരമല്ലേ നമുക്ക് എല്ലാവരും. ഇവിടെ വന്ന് കാണൽ വീണ ആൾക്കാർ, അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ സാർ, വെള്ളം ഫുള്ള് വെള്ളത്തിലായിരിക്കും. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കാൻ കാരണം? ആനകൾക്ക് വീതിയില്ല, ആനകളൊക്കെ അടഞ്ഞുപോയി, അതുകൊണ്ട് ഇതായി വെള്ളം. അവിടുന്ന് എല്ലാ വെള്ളവും ഇവിടത്തേക്ക് വരിക, ഇവിടുന്ന് വെള്ളം ഒലിച്ചു പോകുന്നില്ല. അതാണ് നമ്മൾ. ഇതിപ്പോ ആദ്യ തവണയാണോ ഇങ്ങനെ ഇവിടെ? എല്ലാ വർഷവും ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അധികൃതരോടൊക്കെ പരാതിപ്പെടാം. എല്ലാവർക്കും പരാതി കൊടുക്കണം, ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ കാനകളൊക്കെ വൃത്തിയാക്കുന്ന ഒരു സർക്കാരിന്റെ കാനകൾ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, ഓവർ വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. വേറെ തിരിച്ചുവിടുന്ന വെള്ളങ്ങളൊക്കെ ഇതിലേക്ക് ഇങ്ങോട്ടാണ് വരുന്നത്. അതാണ് സംഭവം. ഇതിപ്പോൾ രാവിലെ ഇവിടെ എന്തോരം വരെ വെള്ളം ഉണ്ടായിരുന്നു? ഫുള്ള് വെള്ളമായിരുന്നു, ഇതുവരെ വെള്ളമായിരുന്നു. ആ ഷോപ്പിലൊക്കെ വെള്ളം വരും, അതിനകത്തൊക്കെ ഫുള്ള് വെള്ളം. ഇവിടെ ചെളിയുണ്ട്, ഫുള്ള് വെള്ളം. എല്ലാ ദിവസവും എല്ലാ മഴക്കാലത്തും ഉണ്ടാകുന്നതാണ്. മഴ 1 മണിക്കൂറിൽ കൂടുതൽ നിൽക്കാതെ പെയ്താൽ നിന്നതിൻ്റെ അവസ്ഥ, നല്ല കനത്ത മഴക്ക് നിന്നതിൻ്റെ അവസ്ഥ. ഇതേ പരിപാടിയാണ്, ആരും നോക്കാനില്ല, ആരും വെക്കാനില്ല. ഇതിനായിട്ട് നമുക്ക് അധികൃതരോട് എന്തെങ്കിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്, പരാതി കൊടുത്തിന്. മറ്റേ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു സംവിധാനം ഇതുവരെ നടന്നിട്ടില്ല. ഇല്ല, ഒന്നും വന്നില്ല ഇതുവരെ, ആരും വന്നില്ല. ഒരു കൗൺസിലറോ ഒരു മെമ്പറോ ആരും വന്നില്ല. എല്ലാവരോടും പറഞ്ഞു സംവിധാനം. ചെറിയ മഴ പെയ്തിട്ടാണ് ഇങ്ങനെ. വലിയ മഴ വന്നാൽ പിന്നെ മൊത്തം ഉണ്ടാവും, ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. രാവിലെ 8 മണിക്ക് ഇങ്ങനെ വെള്ളം നിന്നിട്ടുണ്ട്, ഇതുവരെ കുറവൊന്നും ആയിട്ടില്ല. അധികൃതർ ആരെങ്കിലും വന്ന് നോക്കുക? ആരും വന്നില്ല. വണ്ടിയെല്ലാം വെള്ളത്തിൻ്റെ ഉള്ളിൽ, അത് നമ്മളെ കട അതിൻ്റെ അപ്പുറമുള്ള, അതിൻ്റെ മുമ്പിലുള്ള വണ്ടിയെല്ലാം. ഇത് എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെയാണോ അതോ? എല്ലാ വർഷവും, കുറേ വർഷമായിട്ട് ഇങ്ങനെ. ഇതിനെതിരെ പരാതിയൊക്കെ പെട്ടിട്ടുണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാ പരാതിയും എല്ലാം ആയിട്ടുണ്ട്, ആരും ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. വെള്ളമില്ല, അങ്ങോട്ടെല്ലാം ബ്ലോക്ക് ചെയ്താൽ കയറി കെട്ടിയിട്ട് വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട്. അവിടെ വരെ വെള്ളമുള്ളൂ അതോ? അല്ല, അപ്പുറം വരെ ഉണ്ട്. മൊത്തം വെള്ളമായിരുന്നു, റോഡൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ ഇറങ്ങിയുള്ള വെള്ളം മൊത്തം വെള്ളമായിരുന്നു. ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ അവസ്ഥ എന്താ? മഴക്കാലം തന്നെ ഇത്. അല്ല, ഇത് ചെറിയൊരു മഴയാണ്, ഇതൊരു സൂചനയാണ് മഴയുടെ. ഇനി മഴ പറഞ്ഞിട്ടില്ലല്ലേ. രാവിലെ ഇവിടെ എല്ലാം മൊത്തം വെള്ളത്തിലാണ്, റോഡ് എല്ലാം ഇറങ്ങിയുള്ളൂ. ഇങ്ങനെ തന്നെയാ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ വെള്ളം? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ, ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെയാണ്. കാണാനില്ലാഞ്ഞിട്ട് ഇത് കാണൊക്കെ ഉണ്ട്, അതിതാക്കി ഇറക്കുന്നുണ്ട്. മഠത്തിൻ്റെ അടുത്തൊക്കെ നോക്കിയേ, പള്ളിയിലൊക്കെ വെള്ളം എത്ര വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം മുങ്ങി കിടക്കുക, വെള്ളം അവിടെ ഓവെല്ലാം അടച്ചേക്കുക. മുനിസിപ്പാലിറ്റിക്ക് അതൊന്നും കേൾക്കുന്നില്ല. കൗൺസിലർമാരൊക്കെ വരും, ഇതേ ഉള്ളൂ.